ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയെ സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂര പീഡനമാണ്. സർവകലാശാല ഹോസ്റ്റലിൽ നിന്ന് റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് പറയപ്പെടുന്ന വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിന്റെ നടുമുറ്റമാണിത്. ഈ കാണുന്ന ഷട്ടിൽ കോർട്ടിന്റെ നടുക്ക് വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പുറത്തു വന്ന വിവരം. അവിടെ നിന്ന് മർദ്ദിച്ചതിന് ശേഷം പിന്നീട് രണ്ടാമത് 18-ാം നമ്പറിലെ ഈ ഹോസ്റ്റലിന്റെ ഡോർമിറ്ററിയിലേക്കാണ് കൊണ്ടുവന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചുമരുകളിലെല്ലാം തന്നെ ഒരുപാട് എഴുത്തുകളുണ്ട്. അതോടൊപ്പം ഡോർമിറ്ററിയുടെ അകത്തേക്ക് കയറുമ്പോൾ പഴയ ഇംഗ്ലീഷ് സിനിമകളിലെല്ലാം ആശുപത്രി പോലെ, മാനസികാരോഗ്യ കേന്ദ്രം പോലെയുള്ള ഒരു ദൃശ്യമാണ്. ഈ ഇടനാഴിയിലൂടെ സിദ്ധാർത്ഥനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. സിദ്ധാർത്ഥന്റെ 2 റൂംമേറ്റ്സുകളായ 2 സുഹൃത്തുക്കളും ഒപ്പം ഒരു സീനിയർ വിദ്യാർത്ഥിയായ സിൻജോ ജോൺസണുമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ സഖാവ് നിജിൽ മേഖല കമ്മിറ്റി ആസ്ഥാനം എന്നെഴുതിയ ഈ റൂമിനകത്ത് വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത്. സഹപാഠികളായ സിദ്ധാർത്ഥന്റെ ക്ലാസ്മേറ്റുകളായ 2 ആളുകളും ഒപ്പം മറ്റൊരു സീനിയർ വിദ്യാർത്ഥിയും ചേർന്നാണ് ഇവിടെ നിന്ന് സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് കൊണ്ടുപോയതെന്നാണ് പുറത്തു വന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നിലവിൽ 4 കട്ടിലുകളാണുള്ളത്. ഈ നിരവധി ചുമരുകളിലെല്ലാം എഴുത്ത് വരച്ചിരിക്കുന്നതോടൊപ്പം കാറൽ മാർക്സിന്റെയും ഏംഗൽസിന്റെയും ചിത്രമുണ്ട്. ഈ ഡോർമിറ്ററിയുടെ ഈ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥനെ സുഹൃത്തുക്കൾ ചേർന്ന് ഈ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിത്തൂക്കിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഈ കോളേജ് വിദ്യാർത്ഥികൾ പറയുന്നത് സിദ്ധാർത്ഥനെ ഈ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ്. ഈ ഏറ്റവും അവസാനത്തെ ഈ ബാത്റൂമിന്റെ ശുചിമുറിയിലെ ജനൽ കമ്പിയുടെ വെന്റിലേഷന്റെ ജനൽ കമ്പിയിലാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പിന്നീട് ഡീനും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സ്ഥലത്തെത്തി. ആ സമയത്താണ് ഈ തൂങ്ങി നിന്ന കയർ മുറിച്ച് സിദ്ധാർത്ഥനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ബാത്റൂമും ഈ ശുചിമുറിയും അതുപോലെ തന്നെ ഡോർമിറ്ററി റൂമും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. ഇവിടെ നിന്ന് 3 പേർ കൂടി ചേർന്ന് ഈ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച സമയത്ത് ഈ കമ്പിയിൽ ഒരു കാവിമുണ്ട് കുരുക്കി ആ കാവിമുണ്ടിലാണ് സിദ്ധാർത്ഥൻ തൂങ്ങി നിന്ന നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് പിന്നീട് ഡീൻ ഇവിടെ എത്തി. അതിനുശേഷം ഡീനും മറ്റു കോളേജ് അധികൃതരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നതിനു ശേഷമാണ് സിദ്ധാർത്ഥന്റെ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നായിരുന്നു ഒരു വാദം. എന്നാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ആരും ഈ ഭാഗത്തേക്ക് വന്നതായി കണ്ടില്ല, അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണം വരുന്നത്. ഏതായാലും സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായുള്ള 14 പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ബാക്കിയുള്ളവരെ ഉടൻ തന്നെ പോലീസ് പിടികൂടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഉടൻ തന്നെ പ്രതികൾ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും അതിനോടൊപ്പം സിദ്ധാർത്ഥന്റെ കുടുംബവും.